കോതമംഗലം സർക്കാർ ആശുപത്രിയിൽ രോഗികൾ ദുരിതത്തിൽ. ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിക്കാതായിട്ട് 3 മാസം പിന്നിട്ടു. ഗർഭിണികൾ ഉൾപ്പെടെ ചികിത്സ കിട്ടാതെ വലയുകയാണ്. 11 കോടിയുടെ കിഫ്ബി നിർമ്മാണ പ്രവർത്തനം നീണ്ടുപോയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ 3 മാസമായിട്ട് ഓപ്പറേഷനോ പ്രസവമോ കാര്യങ്ങളോ നടക്കാത്തൊരു പരിസ്ഥിതിയാണുള്ളത്. വളരെ ദയനീയമായ ഒരു പരിസ്ഥിതിയാണുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കൗൺസിലിൽ വെച്ച് ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടത്തി അത് തുറന്നു കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ചെയർമാൻ്റെ മറുപടി കിട്ടിയത് എത്രയും പെട്ടെന്ന് തുറക്കുമെന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ 2 മാസങ്ങൾ കഴിഞ്ഞു. ട്രൈബൽ ഏരിയ അടങ്ങുന്ന കുട്ടമ്പുഴ അടങ്ങുന്ന പിന്നോക്ക മേഖലകളിൽ നിന്ന് വരുന്ന ആളുകൾ ആശ്രയിക്കുന്ന ഏക ആരോഗ്യ കേന്ദ്രമാണ് കോതമംഗലം താലൂക്ക് ആശുപത്രി എന്നുള്ളത്. ഈ താലൂക്ക് ആശുപത്രിയിൽ വരുന്ന ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളായാലും അതുപോലെ തന്നെ ഓർത്തോ വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളായാലും അവർക്കൊന്നും മതിയായ ചികിത്സ കിട്ടാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അലി അക്ബർ ഷാ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അലി അക്ബർ ഷാ. ചികിത്സിക്കേണ്ടത് അധികൃതരെയാണെന്ന് തോന്നുന്നല്ലോ പ്രതികരണം കേൾക്കുമ്പോൾ. ഗുഡ് ഈവനിങ് സുജയ. വളരെ ദുരിതപൂർണ്ണമായ അവസ്ഥയാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ആ പ്രതികരണങ്ങളിൽ നമ്മൾ കേട്ടതാണ്. 3 മാസത്തോളമായി കോതമംഗലത്തെ സർക്കാർ താലൂക്ക് ആശുപത്രിയുടെ ലേബർ റൂമും അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് കോതമംഗലം താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത്. നമുക്കറിയുന്നത് പോലെ കുട്ടമ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകൾ, ആദിവാസി മേഖലകൾ ഉൾപ്പെടെ വരുന്ന ഒരു പ്രദേശം. അത്തരത്തിൽ ഈ മേഖലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് കഴിഞ്ഞ 3 മാസക്കാലമായി ഈ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. നിരവധിയായ ആളുകൾ, രോഗികൾ നമ്മളോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിളിച്ച് സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചത്. 1.5 മാസത്തിനുള്ളിൽ പണി തീർക്കാൻ കഴിയുമായിരുന്നു എന്ന് ആശുപത്രി സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കുകയാണ്. ആ പണി നീണ്ടുപോയതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കടന്നതെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കുന്നത്. നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. ഉടൻ തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കാമെന്നാണ് അദ്ദേഹം പറയുന്ന വാക്ക്. പക്ഷേ ഈ രോഗികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇതേ വാക്ക് തന്നെയാണ് ആ രോഗികൾക്ക് കുറച്ച് മാസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പണി പൂർത്തിയാക്കും, ഒരാഴ്ചയ്ക്കുള്ളിൽ ചികിത്സ തുടങ്ങും, ഒരാഴ്ചയ്ക്കുള്ളിൽ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജമാകുമെന്നുള്ള വാക്ക് വിശ്വസിച്ചാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇത്തരത്തിൽ ഇവിടെ ചികിത്സ തേടിക്കൊണ്ടിരുന്ന ഗർഭിണികളായ ആളുകളെല്ലാം കാത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവസാന നിമിഷം ഡെലിവറി ഡേറ്റിനോട് അടുക്കുമ്പോഴൊക്കെയാണ് ഇവരെ മറ്റ് ആശുപത്രികളിലേക്ക് ഇവർ റെഫർ ചെയ്യുന്നതും മറ്റും. ഇത്തരത്തിൽ റെഫർ ചെയ്യുമ്പോൾ മറ്റ് വലിയ ആശുപത്രികളിൽ പോയി ചികിത്സ തേടാൻ സാധിക്കുന്ന ആളുകളല്ല സത്യത്തിൽ ആ മേഖലകളിലുള്ള ആളുകൾ എന്നതാണ്. വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഓരോ ആളുകൾ നമ്മളോട് സംസാരിക്കുന്നതും. എന്തായാലും ഉടൻ തന്നെ ഈ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സൂപ്രണ്ട് എന്തായാലും വ്യക്തമാക്കുന്നത്. പക്ഷേ 3 ലേബർ റൂം അടക്കമുള്ള ഇടങ്ങളിൽ ആണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നതുകൂടി